സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ഹ്യൂജ് അൺബോക്സിങ് ഇൻ മൈ ഹിസ്റ്ററി. അതായത് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷമുള്ള ഒരു ഹ്യൂജ് അൺബോക്സിങ് ആയിരിക്കും ഇന്ന്. ആസ് യു നോ, ഞാൻ വീട്ടിലായിരുന്നു ലാസ്റ്റ് വീക്ക്. ഞാൻ ഇന്നലെ റീച്ച് ആയിട്ടേ ഉള്ളൂ. ഇന്നലെ വന്നപ്പോൾ തന്നെ എനിക്ക് വയ്യായിരുന്നു. പീരീഡ്സ് ആയി ട്രെയിനിൽ വെച്ചിട്ട്. ഇറ്റ്സ് ഹൊറിബിൾ. ഓ മൈ ഗാഡ്. അപ്പം പിന്നെ നാളെ തൊട്ട് ഓഫീസിൽ പോകണം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കെൻഡും എനിക്ക് വേറെ കുറച്ച് പരിപാടി, ട്രാവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇപ്പം ഞാൻ വീഡിയോ എടുത്തില്ലെങ്കിൽ ഞാനിതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. പിന്നെ ഇതിലേക്ക് കുറച്ച് പേർക്ക് കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം സോ ഐ തോട്ട് ലെറ്റ്സ് ഡു ഇറ്റ് ടുഡേ ഇറ്റ്സെൽഫ്. അങ്ങനെ ഞാൻ അത് ചെയ്യാൻ പോവുകയാണ്. ഗൈസ്, ലെറ്റ്സ് അൺബോക്സ്. ആക്ച്വലി ചെന്നൈ ഇത്രയും ഒരു അടിപൊളി സ്ട്രീറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇറ്റ് വാസ് ക്വൈറ്റ് ഗുഡ് എക്സ്പീരിയൻസ്. കാരണം ഞാൻ ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ ഞാൻ കുഞ്ഞായിരുന്നു. ആൻഡ് ഐ എം നോട്ട് ഈവൻ ഏബിൾ ടു എക്സ്പ്ലോർ ഓൾ. ബട്ട് ദിസ് ടൈം ഞാൻ കുറച്ച് ബോധമൊക്കെ വന്നതിന് ശേഷം പോയതാണ്. ആൻഡ് ദ സ്ട്രീറ്റ് ഷോപ്പിംഗ് വാസ് സോ നൈസ്. എനിക്ക് തമിഴ് അറിയാം. സോ ബാർഗെയിൻ ചെയ്യാനൊക്കെ ആണെങ്കിലും ഐ വാസ് ലൈക്ക് വാവ്, അങ്ങനെയായിരുന്നു ശരിക്കും. ആൻഡ് ഓക്കെ, ഫസ്റ്റ് ഞാൻ എനിക്ക് സോഫ്റ്റ് ടോയ്സ് അങ്ങനെ ഭയങ്കര ഇതല്ല. ബട്ട് എനിക്ക് എന്തോ ഇപ്പോൾ കുറച്ച് ഇതായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. വേറൊരാളിനെ കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ കടയിലോട്ട് പോയത്. ബട്ട് ഫൈനലി ദിസ് ഗേൾ സ്റ്റോൾ മൈ ഹാർട്ട്. ആൻഡ് യെസ്, ഇതിനൊരു പേര് വേണം. കറൻ്റ്ലി ഐ കോൾ ചുക്കി. ആൻഡ് any other suggestions, please comment down below. Okay, so this is my first purchase. Not first, but for me individually, personally, this was my first. Okay, and okay, Chucky is here with us. Hi Chucky. Okay. Then I have two friends. അവർക്ക് ഞാൻ എന്ത് മേടിക്കും ഞങ്ങൾ കുറേ നോക്കി, ഹോട്ട് വീൽസ് അങ്ങനെ ഇങ്ങനെയൊക്കെ. ബട്ട് എനിക്കൊന്നും അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫോട്ടോ അയച്ചു കൊടുത്തപ്പോഴും ദേ ആർ ഓൾസോ നോ, അത് അത്ര ഓക്കെ അല്ല. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട് തരുമ്പം ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് അവർ പറഞ്ഞു അതൊക്കെ അവിടെ, അതായത് നാട്ടിൽ അത്രയും റേറ്റ് ഇല്ല. പിന്നെ അതുപോലെ ഇവിടെ കോവിലിലെ ഉത്സവമാണ്. സോ ഇവിടെ എവിടെയൊക്കെ സ്പീക്കറുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അവർക്ക് ദേ ആർ, ഒന്നെൻ്റെ അനിയനും ഒന്നെൻ്റെ ഫ്രണ്ടുമാണ്. അവർ രണ്ടുമൊക്കെ ഒരേ ടേസ്റ്റാണ്. സോ ഐ ബൈ ബാറ്റ്മാൻ. രണ്ടുപേർക്കും സെയിം ബാറ്റ്മാനെ തന്നെയാണ് ഇഷ്ടമുള്ളത്. ഓക്കെ, ബാറ്റ്മാൻ, അവഞ്ചേഴ്സ്, അന്തമാതി, സോറി, അതുപോലെ ഒക്കെ ഫാൻസാണ്. സോ അത് മേടിച്ചു. ദെൻ ദിസ് വൺ ഈസ് ഫോർ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ബേബി. സോ അവളുടെ വാവയ്ക്ക് ആനക്കുട്ടി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ആനക്കുട്ടിയെ മേടിച്ചു. ഇതിൻ്റെ ബ്ലൂ എനിക്ക് കിട്ടിയില്ല. സോ ഐ ബോട്ട് ദിസ് വൺ. ഓക്കെ, ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഓക്കെ, ഇപ്പോൾ സോഫ്റ്റ് ടോയ് സെഷൻസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അവിടെ എനിക്ക് ലാഭമാണോ എന്ന് അറിയില്ല. എനിവേ, കമ്പയറിംഗ് വിത്ത് മിനിസോ ദിസ് വാസ് ക്വയറ്റ് അഫോർഡബിൾ. ഓക്കെ, ഇനി ദെൻ ഓക്കെ, എനിക്ക് ഐ ബോട്ട് ദിസ് വൺ. എനിക്കിങ്ങനത്തെ ടോട്ട് ബാഗ്സ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ ബോട്ട് ദിസ് വൺ. ഇത് they ask 600, 400 something, 600, 650 something, and I just bought this for 250. അത്രയ്ക്ക് ഞാൻ ബാർഗെയിൻ ചെയ്തു. എനിക്കറിയില്ല അത് കൂടുതലാണോ കുറവാണോ, ബട്ട് എനിക്കെന്തായാലും 250ക്കാണ് കിട്ടിയത്. ഈ ക്വാളിറ്റി ഒക്കെ നൈസാണ്. രണ്ട് വലിയ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു സൈഡ് പോക്കറ്റ് ഉണ്ട്. ഓക്കെ, ഇതെന്തൊക്കെ ഓക്കെ. Next, I bought two books. This one is suggested by one of my friend. എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണിത്. ആൻഡ് ദിസ് വൺ സജഷൻ ഫ്രം മൈ സിസ്റ്റർ. സോ അങ്ങനെ രണ്ട് ബുക്സ് ഞാൻ മേടിച്ചിട്ടുണ്ട്. വായിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട് എന്ന്. ഓക്കെ, now let's unbox this.
ഓക്കെ, ഇതിനകത്തൊരു 8,000 വർത്ത് ഐറ്റമാണുള്ളത്. 8,000. ഓക്കെ, ഇത് നമുക്ക് ലാസ്റ്റ് കാണാം. ഓക്കെ, അടുത്തത് എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് അത്ര പോകുന്നില്ല, ബട്ട് എന്തോ കണ്ടപ്പോൾ ഞാൻ മേടിച്ചു. ഇങ്ങനെ നിൽക്കുന്നു, ബട്ട് എനിക്ക് അത്ര യൂസ് ചെയ്യാൻ കൺവീനിയൻ്റ് അല്ല കേട്ടോ. ബട്ട് സ്റ്റിൽ ക്യൂട്ട് റൈറ്റ്. അങ്ങനെ എനിക്ക് ഫോണിനൊരു കവർ മേടിച്ചു. ദെൻ ഇത് രണ്ടുപേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചത്. ആൻഡ് ലുക്ക് സിമിലർ സെയിം ആണ്. ഓക്കെ, ഇത് രണ്ട്. ആൻഡ് അവിടെ പോയപ്പോൾ എൻ്റെ കസിൻസിൻ്റെ വീട്ടിലാണ് പോയത്. സോ ഒരു കസിനെ കാണാൻ പോയപ്പോൾ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഹി ബോട്ട് മീ ദസ് ഡ്രസ്. ആൻഡ് ഇട്ടതിൻ്റെ ഒരു ബുക്കിനുണ്ട് കൊടുത്തേക്കാം. ഓക്കെ, ദസ് വൺ ലൈഫ് സ്റ്റൈലിൽ നിന്ന് മേടിച്ചതാണ്. ആൻഡ് ദസ് വൺ ടു. ഓക്കെ, ആൻഡ് ഇത് കോസ്റ്റ് അറൗണ്ട് 1,300. ഓക്കെ, ദെൻ ദിസ് ഇസ് 2,000. ഓക്കെ, ഇത് ലൈഫ് സ്റ്റൈലിൽ നിന്ന് മേടിച്ചതാ, നോട്ട് സ്ട്രീറ്റ് ഷോപ്പിംഗ്. ഓക്കെ, ഇനി കാണിക്കുന്ന എല്ലാം ഞാൻ സ്ട്രീറ്റിൽ നിന്ന് മേടിച്ചതാണ്. ഓക്കെ, ഫസ്റ്റ് എനിക്കവിടെ ഇട്ടിരുന്ന കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ്. ഭയങ്കര രസമായിട്ടുണ്ട്. ആൻഡ് രണ്ടെണ്ണം ഞാൻ മേടിച്ചു. രണ്ടെണ്ണം എനിക്ക് 350, സോറി, രണ്ടെണ്ണം എനിക്ക് 450, 400 ആ റേഞ്ചിലാണ് എനിക്ക് കിട്ടിയത്. വൺ ഇസ് ദസ് സ്ലീവ്ലെസ് ആണ്, ഒരു ടൈ ചെയ്യേണ്ടത്, കൈൻഡ് ഓഫ് ബീച്ച് വെയർ അങ്ങനെയൊക്കെ. ആൻഡ് ദെൻ ദിസ് വൺ, ഐ ഡോണ്ട് നോ വൈ, ബട്ട് ഈ കളർ എന്നെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യും. ആൻഡ് ഇത് രണ്ടുമാണ് എനിക്ക് 450, 400 ആ ഒരു റേഞ്ചിലാണ് രണ്ടെണ്ണം മേടിച്ചത്. ഓക്കെ, ദെൻ these 3 palazzo sets. Okay, 3 piece for 400. അത് ഞങ്ങൾ വീണ്ടും ബാർഗെയിൻ ചെയ്ത് ബില്ല് ചെയ്യുന്ന സമയത്ത് വീണ്ടും കുറച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ദെൻ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ടായിരുന്നു, ബട്ട് ഇത് ഞാൻ എത്ര ബാർഗെയിൻ ചെയ്തിട്ടും കുറച്ചൊന്നുമില്ല. 350 ചോദിച്ചു, ഫൈനലി സെറ്റ് ചെയ്ത് 300. ഇതിനപ്പുറം എനിക്ക് കുറച്ച് തന്നേയില്ല. കുറേ അടി ഉണ്ടാക്കി. 3 ദിവസം പോയി ബാർഗെയിൻ ചെയ്തിട്ടാണ് എനിക്കിത് 300-ന് കിട്ടിയത്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ദസ് വൺ, ഇത് 3 500 രൂപ അങ്ങനെയായിരുന്നു. അപ്പം ഞാനും ചേച്ചിയും അങ്ങനെ ഒരു 3 ടോപ്സ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണിത്. ഓക്കെ, 3 500 രൂപയിലുള്ളതാണേ. ഞാനൊന്നെടുത്തു, അവളൊന്നെടുത്തു, അവളുടെ ഒരു കസിന് വേറെ ഒരെണ്ണെടുത്തു, അങ്ങനെ. ആൻഡ് ദെൻ ദിസ് വൺ ഇസ് എ ഷരാര സെറ്റ്. ഓക്കെ, എനിക്കങ്ങനെ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് എനിക്കങ്ങനെ ഇഷ്ടപ്പെടുന്നതല്ല, ബട്ട് ദിസ് വൺ എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കണ്ണിൽ പെട്ടെന്ന് ഉടക്കി, അങ്ങനെ മേടിച്ചതാണ് ഇത്. ആൻഡ് ഷരാര. ഓക്കെ, ദെൻ ദർ ഇസ് എ ഷോൾ. ആൻഡ് ഇത് 1,300 ചോദിച്ചു. എനിക്ക് വാങ്ങാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ഫസ്റ്റ്. അങ്ങനെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു പോയി. എത്ര തരുമെന്ന് ചോദിച്ചു. ഐ സെഡ് 700. They said no. Okay, then I got it for 900 rupees. എന്തായാലും കിട്ടിയതല്ലേ, അപ്പം ഞാൻ ഇത്രയും കുറഞ്ഞ് എനിക്ക് വേറെ ഒരിടത്ത് കിട്ടുമെന്ന് തോന്നിയില്ല. സോ ഞാൻ അത് 900 മേടിച്ചു. പിന്നെ ഇത് എൻ്റെ കസിൻ കല്യാണം കഴിച്ച ചേച്ചി വന്നിട്ട് ബ്രാഹ്മണാണ്. സോ ഐ തിങ്ക് തമിഴ്നാട്ടിൽ എല്ലായിടത്തും ഉണ്ട് തട്ടത്തിൽ കുങ്കുമം ചന്ദനമൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ വെച്ച് പാക്ക് വെറ്റൊക്കെ വെച്ച് തരുന്നത്, നമ്മൾ അനുഗ്രഹം മേടിക്കുന്നത്. സോ ആ സമയത്ത് എനിക്ക് ചേച്ചി മേടിച്ചു തന്നതാണ് ഇത്. ഓക്കെ, യെസ്. അപ്പോൾ അത്രയാണ് എൻ്റെ ഡ്രസ് ഹോൾ. ഇത് കാണിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ അല്ലേ, ബട്ട് കുറേ ഞാൻ അലഞ്ഞായിരുന്നു. ബട്ട് ഞാൻ കുറേ ഇങ്ങനെ കൺട്രോൾ ചെയ്താണ് ക്യാഷ് പൈസ. സോ അപ്പം എൻ്റെ ഡ്രസ്സെല്ലാം കഴിഞ്ഞു, പിന്നെ എൻ്റെ സോഫ്റ്റ് ടോയ്സ് കഴിഞ്ഞു, എല്ലാം ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ചുക്കിക്കാളുണ്ട്, ദാറ്റ്സ് ഫൈൻ. ഇനിയാണ് നമ്മൾ 8K വർത്ത്. എന്താണ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഓ മൈ ഗോഡ് 8K അങ്ങനെ തോന്നും. ഓക്കെ, സോ ലെറ്റ്സ് അൺബോക്സ് ദ 8K വർത്ത്
ആക്ച്വലി ദിസ് ഇസ് നോട്ട് 8K, ദിസ് ഈസ് ഓൾമോസ്റ്റ് 3K. ബാക്കിയൊക്കെ ചേച്ചിയുടെ കയ്യിലാണ്, അവർക്കും എനിക്കും ഒക്കെ കൂടെ മേടിച്ചതാണ്. ഓക്കെ, സോ ഐ വിൽ ഷോ യു. ഇതെല്ലാം കമ്മലാണ് എല്ലാം. ആൻഡ് ഇനിയിപ്പം ഞാൻ മിക്കവാറും മറ്റേ നാഗവല്ലിയാവും. പാക്കലാം. ഞാനൊരു ജിമുക്ക പ്രാന്തിയാണ്, ഇവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും. സോ ദിസ് വൺ. And this cost only 100 rupees. Okay. And ഇനി ഞാൻ കാണിക്കുന്ന ഒന്നിൻ്റെയും സിംഗിൾ പീസ് റേറ്റ് എനിക്കറിയില്ല, കാരണം ഞങ്ങൾ 3 പേര് ബൾക്കായിട്ട് ഒരു 10-50 കമ്മൽ അവിടെ നിന്ന് എടുത്തിട്ട് ഒന്നിച്ചാണ് നമ്മൾ പേ ചെയ്തത്. ആൻഡ് ഇറ്റ് കോസ്റ്റ് ഓൾമോസ്റ്റ് 8K പ്ലസ് ആയി. ബട്ട് ഞങ്ങൾ ലാസ്റ്റ് ബാർഗെയിൻ ചെയ്ത് 8K കാരണം എൻ്റെ കസിൻ ചേച്ചി എപ്പോഴും പോകുന്ന ഷോപ്പ് അങ്ങനെ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഞാൻ എപ്പോഴും കുറച്ച് ചങ്കി ആയിട്ടുള്ള കുറച്ച് വലിയ ഇയറിങ്സ് ഒക്കെയാണല്ലോ ഇടുന്നത്. ദിസ് വൺ ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. ഓക്കെ, ദെൻ കുട്ടി ആന ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ ഇത്. കുട്ടിയാന. ആൻഡ് ഓക്കെ, ഞാൻ കുറേ ഓൺലൈൻ പേജസിൽ കുറേ നാളോട് നോക്കി, എല്ലാത്തിലും 499, 599 എന്തോ വേണോ വേണ്ട അങ്ങനെയൊക്കെ ഇരുന്നു. ബട്ട് ദിസ് വൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചു. കുറേ നാളിങ്ങനെ കാത്തിരുന്ന് മേടിക്കുന്നുണ്ട്. അങ്ങനെ ആക്ച്വലി എനിക്കൊരു ജിമിക്കയുടെ വലിയ കളക്ഷനുണ്ട്, അത് കാണണമെന്നുണ്ടെങ്കിൽ അതിനും പറയണേ. എല്ലാ ടൈപ്പ് ജിമിക്കാസും എനിക്കുണ്ട് ആക്ച്വലി, എന്നാലും വീണ്ടും ഞാൻ മേടിക്കും. നെക്സ്റ്റ് വൺ, ഇപ്പം ഞാൻ കുറച്ച് ഇതും കൂടെ മേടിച്ചു, അല്ലെങ്കിൽ എപ്പോഴും ആൻറ്റിക് ട്രഡീഷണൽ അതാണ്. ഓക്കെ, ഭയങ്കര രസമുണ്ട് ഇവിടുത്തെ ഈ പെയിൻറ്റിങ്, ഈ ഒരു അത് കണ്ടിട്ടാണ് ആദ്യം മേടിച്ചത്. ആൻഡ് നെക്സ്റ്റ്, സാധാരണ ഞാൻ ഇങ്ങനത്തെ മേടിക്കാറില്ല, പക്ഷെ എന്തോ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് മേടിച്ചു. ഇറ്റ്സ് എ മൾട്ടി കളർ, സോ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ പെയർ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വൺ വീണ്ടും ഒരു ആനക്കുട്ടി. മേ ബി ഞാൻ ആനക്കുട്ടിയെ പോലെ ഇരിക്കുന്നുണ്ടാവും, എനിക്ക് ആനക്കുട്ടിയോട് ഇത്ര ഭ്രമം. ഓക്കെ, ദിസ് വൺ. ഇതിൻ്റെ ഇവിടെ പിങ്ക് വരുന്നതൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് ഞാൻ എപ്പോഴും ഒരു മോഡലിൽ ഒരെണ്ണം അങ്ങനെ എടുക്കാറുള്ളൂ, ഈവൻ ഡ്രസ്സാണെങ്കിൽ കൂടി. പക്ഷെ എത്ര ഡ്രസ്സ് എടുത്താലും എപ്പോഴും ഞാൻ കംഫർട്ടായിട്ടുള്ള ഒന്നും രണ്ടോ മാറി എനിക്ക് ചൂടെടുക്കാൻ പാടില്ല, അങ്ങനെ കുറേ ഉണ്ട്. ആൻഡ് maybe this is the last traditional set. ഭയങ്കര ഭംഗിയുണ്ടല്ലേ ഇതൊക്കെ, ഭയങ്കര രസമുണ്ട്. ദെൻ സോറി, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചത്. ഞാൻ ഏതാണ്ട് ഈ ഒരു കളറൊക്കെ കൂടെ വരുന്നൊരു സാരിയുണ്ട്. അപ്പം സൗണ്ട് കേൾക്കുന്നുണ്ടോ? സോ നൈസ് അല്ലേ. ആൻഡ് ഞാൻ ഇടാത്തൊരു ടൈപ്പാണ്. ഇവിടെ എൻ്റെ കസിൻ ചേച്ചി എനിക്ക് എൻ്റെ എടുക്കുമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് എടുപ്പിച്ചതാണ്. ഇട്ട് നോക്കിയപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തതാണ്. ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ മേ ബി ദിസ് ലുക്സ് ഗുഡ് ഐ തിങ്ക്. ആൻഡ് ദിസ് വൺ ഓൾസോ ഞാൻ വെറുതെ ഒരു പരീക്ഷണം എന്ന രീതിക്ക് മേടിച്ചു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗോൾഡൻ ഇയറിങ്സ് കൂടുതൽ ഇടാറുണ്ട് എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ. ആൻഡ് ഓൾ ദീസ് കോസ്റ്റ് ഓൾമോസ്റ്റ് 3,000 പ്ലസ്, except the 3,000 plus, but final rate we bargained and last അതൊരു 2,600 അതിലാക്കി. ദെൻ വീണ്ടും അത് 2,800, 600 ആ ഒരു റേഞ്ചാണ് നിന്നത്. ബാക്കി എൻ്റെ ചേച്ചി ഒരു 2,500 ആ ഒരു റേഞ്ച് മേടിച്ചു. ദെൻ എൻ്റെ കസിൻ ചേച്ചിയുടെ ഓഫീസിലേക്കുള്ള കുറച്ച് ഫ്രണ്ട്സിന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് മേടിക്കാൻ, അങ്ങനെ എല്ലാം കൂടെ മേടിച്ചത് ഓൾമോസ്റ്റ് 10K ആയി. ഞങ്ങൾ 10K അടുപ്പിച്ചായി, എന്നിട്ട് ഞങ്ങളത് ബാർഗെയിൻ ചെയ്ത് ലാസ്റ്റ് 8K പ്ലസ് ആണ് ഞങ്ങൾ പേ ചെയ്തത് അവിടെ. ആൻഡ് ഇതിനൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾക്ക് ഈ ഹോട്ട് വീൽസ് അങ്ങനത്തെ കാര്യങ്ങളോട് ഭ്രമമാണെങ്കിൽ ഞങ്ങൾക്ക് ഈ കമ്മൽ, കുട്ടി കുപ്പിവള അതിനോടൊക്കെയാണ് താല്പര്യം. കുപ്പിവള ഞാൻ നോക്കി,
ഇവിടെ അവിടെയും 100 റെയിൻ ഡ്രോപ്സ് ഒക്കെ 100 ആണ്, ഇവിടെ 120, പിന്നെ 100 കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അതും കൂടി ഇനി അവിടെ നിന്ന് ചുമന്ന് ഇവിടെ കൊണ്ടുവന്ന് പൊട്ട എങ്ങനെ വെച്ചാൽ എൻ്റെ നെഞ്ച് പൊട്ടും, അതുകൊണ്ട് അതെടുത്തില്ല. ഇതൊക്കെയാണ് ഞാൻ ചെന്നൈയിൽ പോയിട്ട് മേടിച്ചിട്ട് വന്നത്. ആൻഡ് ഇനി കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട്, സ്വീറ്റ്സ്. പിന്നെ എനിക്ക് ഫിൽറ്റർ കോഫി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഫിൽറ്റർ കോഫി ഉണ്ടാക്കേണ്ട ഫിൽറ്റർ കോഫി, പിന്നെ കഫെയിൻ ഇല്ലാത്ത കോഫി, ബിക്കോസ് ഐ ആം അലർജിക് ടു കഫെയിൻ. സ്റ്റിൽ ഐ ആം ഒബ്സസ്ഡ് ടു കോഫീസ്. ഓക്കെ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ അമ്മയ്ക്ക് കുഞ്ഞിന് കുറച്ച് ടോയ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതൊന്നും എനിക്ക് ഇന്നലത്തെ എൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ. ആൻഡ് ഓൾസോ ഹെൽപ്പ് മീ ടു ഫൈൻഡ് വിച്ച് ടൈപ്പ് ഓഫ് വീഡിയോസ് യു ലൈക്ക് ദ മോസ്റ്റ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ഡൗൺ ബിലോ. ബൈ.